നിയമസഭ പറഞ്ഞു ഏതാണ്ട് ഒരു സാധനം ഇത് എന്താക്കിയ ചെയ്തതിനു ശേഷം ചില സാധനങ്ങൾക്കൊന്നും ഇപ്പോൾ ഉപയോഗമില്ല, ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. നമസ്കാരം. ഈ വാക്കുകൾ കേട്ടല്ലോ. മുൻ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദനെ കുറിച്ച് ഇപ്പോഴത്തെ മന്ത്രിയും MLA-യും ഇപ്പോഴത്തെ ഈ എയറിൽ നിൽക്കുന്നവരിൽ പ്രമുഖനുമായിട്ടുള്ള മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകളാണ്. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ വാക്കുകൾ. VS-ന് ഇത്തരത്തിൽ കാമത്തോട് ഇത്രയേറെ അത്യാർത്തി ഉണ്ടായിരുന്ന ആളായിരുന്നെന്ന് ഇതുവരെ മറ്റൊരാളും പറയാത്ത വാക്കുകൾ. ഇത്രയേറെ മോശമായ വാക്കുകളാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന KB ഗണേഷ് കുമാർ അക്കാലയളവിൽ VS അച്യുതാനന്ദന് എതിരെ ഉപയോഗിച്ചത്. ഗണേഷ് കുമാർ ഈ ഒരു വാക്കുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. VS എങ്ങനെയായിരുന്നുവെന്നും സഖാവ് VS എന്തായിരുന്നുവെന്നും ഒക്കെ ഈ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ VS-നെ കുറിച്ച് ഇത്രയേറെ മോശമായ കാര്യങ്ങൾ പറഞ്ഞ ഗണേഷ് കുമാർ തന്റെ വഴിത്താര എങ്ങനെയാണ് എന്നുള്ളതും കൂടി ഓർക്കേണ്ടതുണ്ട്. ഗണേഷ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുൾമുനയിലാണ്. ഈ മുൾമുനയിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ കണ്ണിൽപ്പെടുന്നത്. അദ്ദേഹം പണ്ട് പറഞ്ഞതാണെങ്കിലും 12 വർഷം മുമ്പ് പറഞ്ഞതാണെങ്കിലും ആ പറഞ്ഞ വാക്കുകളുടെ ആഴം കുറച്ച് കടന്ന കൈ തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത് പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ച്, അതായത് KB ഗണേഷ് കുമാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആത്മാ പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടത്തിയ പല ലീലാവിലാസങ്ങളെ കുറിച്ചും എല്ലാവർക്കും അറിയാം. അത്തരത്തിലൊരാൾ VS-നെ കുറിച്ച് ഇത്തരത്തിൽ പറയുമ്പോൾ അദ്ദേഹത്തെ എന്ത് പേരിട്ട് വിളിക്കണം? ഇപ്പോഴും അദ്ദേഹത്തിന് നിലനിൽപ്പില്ല. അദ്ദേഹം ആകെ ഉരുണ്ടുകളിയാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നല്ലോ. ആ റിപ്പോർട്ടിൽ ആരുടെയും പേരുകൾ പറയുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും ചില വെളിപ്പെടുത്തലുകൾ, ചില സൂചനകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ അത്തരത്തിൽ ചെയ്തിട്ടില്ല, ഞാൻ എല്ലാവരെയും രക്ഷിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് അത്രേ. അദ്ദേഹം ആരെയാണ് രക്ഷിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്? മന്ത്രിസ്ഥാനം പോകുമെന്നായപ്പോൾ യശശരീരനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അപമാനിക്കാൻ അദ്ദേഹം ചെയ്തു കൂട്ടിയ വിക്രിയകൾ എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ നേര്, അതായത് ഉമ്മൻചാണ്ടിയുടെ നേര് അന്നും ഇന്നും മലയാളി മനസ്സിലാക്കി. ഇനി മനസ്സിലാക്കാതെ അവർക്കൊപ്പം തുള്ളിയവർ അദ്ദേഹത്തിന്റെ മരണശേഷം ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴെങ്കിലും മനസ്സിലാക്കി. അന്നേരം ഈ ചെയ്തികൾ ചെയ്തവർക്ക് നേരെ കാർക്കിച്ചു തുപ്പുക തന്നെയാണ് മലയാളി ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത്രയേറെയൊക്കെ VS-നെ കുറിച്ച് പറഞ്ഞ ഗണേഷ് കുമാറിനെ കുറിച്ച് സ്വന്തം അച്ഛൻ പറഞ്ഞത് ഇത്തരത്തിലൊരു മകനുണ്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അയാൾ തന്റെ മകനല്ല എന്ന് തന്നെ ഒരു ഘട്ടത്തിൽ ബാലകൃഷ്ണപിള്ള പറഞ്ഞു കളഞ്ഞു. സ്വത്തിന് വേണ്ടി അദ്ദേഹവും സഹോദരിയും തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും പരസ്യമായിട്ടുള്ളതാണ്. എന്തിനധികം അദ്ദേഹത്തിന്റെ ലീലാവിലാസങ്ങളെ തുടർന്ന് ഒടുവിൽ മുൻ ഭാര്യയായിരുന്ന യാമിനി തങ്കച്ചി പറഞ്ഞത് ഇങ്ങനെയാണ്. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അവരുടെ പ്രതികരണം ഇങ്ങനെയാണ്: എനിക്ക് അതിനപ്പുറം കാണാൻ പറ്റിയില്ല, ഞാനങ്ങ് പോയി. അത് കഴിഞ്ഞതിന് ശേഷം എന്താ നടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ അപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിലായി. ഞാൻ തിരിച്ച് ഓഫീസ് റൂമിലോട്ട് വരുമ്പോൾ അയാൾ പോയി കഴിഞ്ഞു. അയാൾ ഇവിടെ ഗൺമാൻ ഇവരെല്ലാവരും നിൽപ്പുണ്ട്. അപ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത്. അയാൾ പോയി കഴിഞ്ഞു. ഞാനകത്ത് ഓഫീസ് റൂമിൽ കയറി എന്താ ഈ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇതിൻ്റെ മുഴുവൻ ദേഷ്യം എൻ്റെ പുറത്ത് ഇറക്കി. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ എന്നെ ആ കഥവ് കുറ്റിയിട്ടു ഓഫീസ് റൂമിൽ. എന്നിട്ട് അതിനകത്ത് അങ്ങ് ആടി ചാവട്ട് ബഹളം. എൻ്റെ തല എവിടെയോ പേടിച്ച് ഇവിടെ മുഴുവൻ മുഴച്ചിരുന്നു. എൻ്റെ കൈ ഡിസ്ലൊക്കേറ്റഡായി. എൻ്റെ കാലിൽ ഫ്രാക്ചർ വന്നു. എൻ്റെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ തട്ടി. എനിക്ക് ഒരു പിടിയില്ല എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ കൊണ്ടുവന്ന് ഇടിച്ചു. ഞാൻ വിളിച്ചു കൂവി അകത്തിരുന്നുണ്ട്. സഹായിക്കണം എന്നും ഹെൽപ്പിനൊക്കെ ഞാൻ വിളിച്ചു കൂവി അതിനകത്തുനിന്ന്. അത് കേട്ടപ്പോഴാണ് പെട്ടെന്ന് ഓഫീസ് റൂം അങ്ങ് തുറന്നു വെളിയിലോട്ട് ഇറങ്ങി. എൻ്റെ മോനുണ്ടായിരുന്നു ആ സമയത്ത് വീട്ടിൽ, മൂത്തയാളും ഇറങ്ങിയിട്ട് എറണാകുളത്ത് ഷൂട്ടിങ്ങിന് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് പോയി. യാമിനി തങ്കച്ചി ഈ പറഞ്ഞത് ഏത് സമയത്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് സരിതയെ ഉപയോഗിക്കുകയും
എല്ലാ രീതിയിലും അവരെ ഉപയോഗപ്പെടുത്തി തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം അവരെ ഉപേക്ഷിച്ച ഒരു വ്യക്തി കൂടിയാണ്, അതായത് വാക്കു പാലിക്കാതിരുന്ന ഒരു വ്യക്തി കൂടിയാണ് മന്ത്രി KB ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാർ സരിതയെ ഇങ്ങനെ ഉപയോഗിച്ചു എന്നറിഞ്ഞതിനെ തുടർന്ന് വിദേശത്ത് നിന്നെത്തിയ ബിജു രാധാകൃഷ്ണൻ ഗണേഷ് കുമാറിനെ കാണാൻ ചെല്ലുന്നുണ്ട്. അദ്ദേഹവുമായി സംസാരമുണ്ടാകുന്നു, വാക്കുതർക്കമുണ്ടാകുന്നു. ഗണേശിനെ അടിച്ച് നിലംപരിശാക്കുന്നു. നിലംപരിശാക്കിയ ഗണേശിന്റെ ഫോട്ടോയൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇത് കേട്ടു നിൽക്കാൻ കഴിയാതെ അത്രാണിയില്ലാതെ ആ സ്ത്രീ മാറുന്നു. പിന്നീട് വന്ന് ഇയാൾ ഇറങ്ങിപ്പോയതിനു ശേഷം ചോദിക്കുന്നു, എന്താണ് ഈ കാണുന്നതെല്ലാം? അടികൊണ്ട് നിലത്ത് കിടന്നിരുന്ന ഗണേഷ് കുമാർ പിന്നീട് നടത്തുന്നത് ഇവർക്ക് നേരെയുള്ള ക്രൂരമായ അതിക്രമങ്ങളാണ്. ആ അതിക്രമങ്ങളെ കുറിച്ചാണ് ആ സ്ത്രീയെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇത്തരത്തിൽ പല സ്ത്രീകളുമായി ബന്ധം വച്ചു പുലർത്തുകയും യാതൊരു നിർലോഭം അവരെ തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഗണേഷ് കുമാർ എന്ന് പറയാനാണ് ഈ സാഹചര്യം ഉപയോഗിച്ചത്. മാത്രമല്ല, സരിതയെ ഉപയോഗിച്ച് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ പ്രചാരണം നടത്തി. ആ പ്രചാരണം നടത്തി അയാളെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയായി CPM കൊണ്ട് നടക്കുന്നത്. CPM എന്തുകൊണ്ടാണ് ഗണേശിനെ ഇടതുപക്ഷത്തേക്ക് ക്ഷണിക്കുന്നത്? കാരണം CPM-ന് ഉമ്മൻചാണ്ടിയെ വലിച്ച് താഴെയിടുക എന്നുള്ളതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയുള്ള നീക്കുപോക്കുകൾ ചെയ്തു കൊടുത്തത്, അതായത് സത്യത്തിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ മാമാപ്പണി ചെയ്തു കൊടുത്തത് ഗണേഷ് കുമാർ ആയിരുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീയെ കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പേരും പറയിപ്പിച്ചത്. ആ പറയിപ്പിച്ച ഗണേഷ് കുമാറാണ്, ആ സ്ത്രീയെ ഉപയോഗിച്ച ഗണേഷ് കുമാറാണ്. ആ സ്ത്രീ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തൻ്റെ കുട്ടിയുടെ ഒരു കുട്ടിയുടെ അച്ഛൻ ഗണേഷ് കുമാറാണെന്ന്. അത്തരത്തിൽ പേര് കേട്ട ഗണേഷ് കുമാറാണ് VS-നെ പറ്റി ഇത്തരത്തിൽ പറഞ്ഞതെന്ന് കൂടി ഓർക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഗണേഷ് കുമാറിന് ഇതൊക്കെ വല്ല പുത്തരിയുമാണോ എന്ന്. പുത്തരിയല്ല, ഗണേശന് ഇതൊന്നും പുത്തരിയല്ല. ഇപ്പോൾ തന്നെ ഗണേഷ് വന്നു നിൽക്കുന്ന സാഹചര്യം നമ്മൾ ഓർക്കണം. ഗണേഷ് ഈ അടുത്ത് നടന്ന ഒരു പൊതുചടങ്ങിൽ പറഞ്ഞ ഒരു വാചകം കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. അതൊന്ന് കേട്ടുവരാം. ഒരു കാര്യം ഞാൻ ആലോചിച്ചാണ്, എന്നെ 2013 ചുട്ടുകരിക്കാൻ ശ്രമിച്ച ഒരാളും ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ലൈവായിട്ടില്ല എന്ന അഭിമാനത്തോടെ നിങ്ങൾ ഓർത്തു നോക്കണം. ഓരോരുത്തരും പേര് ഞാൻ പറയുന്നത് ശരിയല്ല, ഒരു 4-5 പേര് എന്നെ വളഞ്ഞു നിന്ന് ആക്രമിച്ച ഒരു 4-5 പേര് കേരള രാഷ്ട്രീയത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ തൂത്തെറിയപ്പെട്ടു. അതാണ് കാര്യം. ഇവിടെ PK ശശിയേട്ടൻ പറഞ്ഞ കറക്റ്റല്ലേ? അസത്യത്തിന് കൂട്ടുനിന്നാൽ അസത്യം പ്രവർത്തിക്കുന്നവൻ കരിഞ്ഞ് ചാമ്പലാവും. സത്യത്തിനോട് എന്നും തിളങ്ങി തന്നെ നിൽക്കും. ഒരല്പം മങ്ങലൊക്കെ ആദ്യം കാണും, പക്ഷെ തുടച്ചുടച്ച് വരുമ്പോൾ അതിന്റെ തിളക്കം കൂടി വരുത്തിരുന്നു. ഞാൻ സത്യത്തിൽ വിശ്വസിക്കും. എൻ്റെ ദൈവം സത്യമാണ്. ഞാനൊരു ജാതി മത ചിന്തക്കാരനല്ല, ഞാൻ ദൈവവിശ്വാസിയാണ്, പക്ഷെ ഞാനൊരു മതചിന്തക്കാരനല്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മനുഷ്യനെ സ്നേഹിക്കാൻ വേണമെന്ന് എല്ലാ വേദങ്ങളും നമ്മളെ പഠിപ്പിക്കും. ഗണേഷ് പറയുന്നു ദൈവം അവരെ ചാമ്പലാക്കി കളയുമെന്ന്. ഏത് ദൈവമാണ് പ്രതികാരം ചെയ്യാൻ നടക്കുന്നത്? ദൈവത്തിന് സ്നേഹത്തിന്റെ ഭാഷയാണ്, ബാക്കിയെല്ലാം നമ്മൾ കൊടുക്കുന്ന ഭാഷ്യങ്ങളാണ്. ദേവതകൾ ഏതുമായിക്കോട്ടെ, ഒരു ശക്തിയാണ്. ആ ദൈവം എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളും തനിക്ക് വേണ്ടി പകരം വീട്ടാൻ നടക്കുന്ന ഒരാളാണ് എന്ന് പറയില്ല. ഇനി അതും മാറ്റിവെച്ചാൽ ഗണേഷ് കുമാറിന് വേണ്ടി എന്തിനാണ് ദൈവം പക തീർക്കേണ്ടത്? ഗണേഷ് കുമാർ ചെയ്തു വെച്ചിട്ടുള്ള ഇത്തരം ദ്രോഹങ്ങൾക്കെതിരെ ആരോടാണ് പക തീർക്കേണ്ടത് ദൈവം അത്തരക്കാരനല്ല എന്ന് ഇനിയെങ്കിലും മന്ത്രി ഗണേഷ് കുമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, നിങ്ങൾ പറയുന്നു നിങ്ങൾക്കെതിരെ നിന്നവരെല്ലാം അപ്രസക്തരായി പോയെന്ന്. ആരാണ് അപ്രസക്തരായി പോയത്? ഉമ്മൻചാണ്ടിയാണ് ഈ കാലഘട്ടത്തിനിടയിൽ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ. അദ്ദേഹത്തെക്കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണുള്ളത്? നാടുനീളെ പെണ്ണ് പിടിച്ചു നടന്ന ഒരാളാണ്. ആ ഒരാൾ ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നു. ഇനി അതുമല്ല, മാറ്റിവെക്കുക. മുൻപേ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും ദൈവം പക തീർക്കാൻ നടക്കുന്ന, മറ്റൊരാൾക്ക് വേണ്ടി പക തീർക്കാൻ നടക്കുന്ന ഒരാളല്ല. അതല്ല അദ്ദേഹത്തിന്റെ ജോലി, അതല്ല അദ്ദേഹം ചെയ്യുന്നത്. ദൈവം എന്ന ശക്തി അതിനല്ല എന്നുള്ളത് ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യം. ഇത്തരത്തിലൊക്കെ ചെയ്തിട്ടും അന്നും നിങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഉമ്മൻചാണ്ടി.
ഒരു കുടുംബജീവിതം തകരണ്ട എന്നുള്ള രീതിയിൽ. എന്നിട്ടും നിങ്ങൾ അവിടം കൊണ്ടും നിന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നീട് നിങ്ങൾ മറുകണ്ഠം ചാടുന്നു, അദ്ദേഹത്തെ ചതിക്കുന്നു. ചതിക്കാൻ ഏറ്റവും ക്രൂരമായ രീതി തന്നെ തിരഞ്ഞെടുക്കുന്നു. അതും CPM-ന്റെ രീതി. പെണ്ണുകേസ്. ആ പെണ്ണുകേസിൽ പെട്ട നിങ്ങളിപ്പോൾ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ആരെയാണെന്ന് കൂടി നോക്കണം. PK ശശിയെ. PK ശശി ആരാണ്? കണ്ണൂർ MLA-യുടെ മകൾക്ക് നേരെ പോലും അതിക്രമം നടത്താൻ ശ്രമിച്ചയാളാണ്. എന്നിട്ട് പറയുന്നു അദ്ദേഹം വളരെ മാന്യനായ വ്യക്തിയാണ്, വിശ്വസിക്കാവുന്ന വ്യക്തിയാണ്, സത്യസന്ധനാണ് എന്നൊക്കെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പോലും നിങ്ങൾക്ക് നിലത്ത് നിൽക്കാൻ സമയമേയില്ല മിസ്റ്റർ ഗണേഷ് കുമാർ. ആ ഗണേഷ് കുമാറാണ് PK ശശിയെ ഇപ്പോൾ താലോലിച്ചു കൊണ്ട് നടക്കുന്നത്. ഈ താലോലിക്കലിൽ പല അർത്ഥങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മലയാളിയെ ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മലയാളി പലതുകൊണ്ടും പഠിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ PK ശശിയെ ഈ ന്യായീകരിക്കുന്നത് പോലും എന്തിനു വേണ്ടിയാണെന്നുള്ളതൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം PK ശശിയെ ന്യായീകരിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഊരാക്കുടുക്കിൽ നിന്ന്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് താങ്കൾക്ക് എങ്ങനെ തലയൂരിയെടുക്കാം എന്നുള്ളതാണ്. ആദ്യം അത് പോയി ചെയ്യൂ. എന്നിട്ട് നമുക്ക് ഒരേ വേവ് ലെങ്ത് ഉള്ളവരാണെങ്കിൽ പോലും അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന രീതി പദവിയുമൊക്കെ ഏറ്റെടുക്കാം. നന്ദി.